ഹലോ ബഡീസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മത്തങ്ങ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 കിലോ മത്തങ്ങ, കുറച്ച് നെയ്യ്, ഒരു 300-350 ഗ്രാം ശർക്കര, തേങ്ങാപ്പാലിന് വേണ്ടി ഒരു മുറി തേങ്ങ, കുറച്ച് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് എള്ള്, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും രണ്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, എള്ള്, തേങ്ങാക്കൊത്ത്, മുന്തിരി എന്നിവ വറുത്ത് കോരാം. വേവിച്ച മത്തങ്ങ കുക്കറിൽ നിന്നും ചട്ടിയിലേക്ക് മാറ്റി അല്പം നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുണ്ട്. ശേഷം ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി കുറുകി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പായസം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അധികം വൈകാതെ തന്നെ ഏലക്കാപ്പൊടിയും വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, എള്ള് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. വളരെ സ്വാദുള്ളതും ഹെൽത്തിയുമായിട്ടുള്ള മത്തങ്ങ പായസം ഈ വിധത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്.